നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ച സാഹചര്യത്തിൽ ഖത്തർ പ്രവാസി വെൽഫെയർ ഇൻഫർമേഷൻ ഡെസ്ക് ആരംഭിച്ചു. പ്രവാസികളുടെ ആശങ്കയകറ്റാനും ലിസ്റ്റിൽ പേരുകൾ ചേർക്കുന്നതിനും അനുബന്ധ രേഖകൾ ശരിയാക്കുന്നതിനുമാണ് ഇൻഫർമേഷൻ ഡെസ്ക് ആരംഭിച്ചത്. ന്യൂ ഐജിയിലെ പ്രവാസി വെൽഫെയർ ഓഫീസിലാണ് ഇൻഫർമേഷൻ ഡെസ്ക് പ്രവർത്തിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ നേരിട്ട് വന്ന് സേവനം ഉപയോഗപ്പെടുത്താം. സൗദിയിൽ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ജിദ്ദ കേരള പൗരാവലി ആവശ്യപ്പെട്ടു. ഔദ്യോഗിക രേഖകൾ ലഭ്യമാക്കാനും പുതുക്കാനും ഇപ്പോൾ നേരിടുന്ന പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ ഇത് പ്രയോജനപ്പെടുമെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സൗദിയിലെ പ്രധാന പ്രവിശ്യകളിൽ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാകണമെന്ന് ജിദ്ദ കേരള പൗരാവലി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 27 ലക്ഷം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. 85,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. തിരിച്ചറിയൽ കാർഡുകളടക്കം ആവശ്യമായ ഔദ്യോഗിക രേഖകൾ ലഭ്യമാക്കാനും പുതുക്കാനും ഇപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത് ലഘൂകരിക്കാൻ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിലൂടെ കഴിയുമെന്ന് പൗരാവലി ചൂണ്ടിക്കാട്ടി. ജിദ്ദയിൽ സംഘടിപ്പിച്ച തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടിയിൽ ഡോക്ടർ ഇന്ദു ചന്ദ്രശേഖരനാണ് ഇതു സംബന്ധമായ പ്രമേയം അവതരിപ്പിച്ചത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികൾ അറിയേണ്ട കാര്യങ്ങളും ആശങ്കകളും പരിപാടിയിൽ പങ്കുവച്ചു. പരിപാടിയിൽ ജലീൽ കണ്ണമംഗലം മോഡറേറ്ററായിരുന്നു. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ത്യൻ ബഹുസ്വര സമൂഹത്തിൽ അതിനുള്ള പ്രസക്തിയെക്കുറിച്ചും AM സജിത്ത് സംസാരിച്ചു. SIR-ഉം പ്രവാസികളും എന്ന വിഷയത്തിൽ പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി ക്ലാസ് എടുത്തു. ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ പ്രതിനിധികൾ ചർച്ചാ സംഗമത്തിൽ പങ്കെടുത്തു. വേണുഗോപാൽ അന്തിക്കാട് സമാപന പ്രസംഗം നടത്തി. മൻസൂർ വയനാട് സ്വാഗതവും ഷെരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു. 24 ജിദ്ദ. ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി ഖത്തർ നാഷണൽ സൈബർ സുരക്ഷാ ഏജൻസി ആൻഡ്രോയിഡ് ഫോണുകളെയും ഡിവൈസുകളെയും ബാധിക്കുന്ന ഗുരുതരമായ സുരക്ഷാ അപകട സാധ്യത കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഗൂഗിൾ നൽകിയ മുന്നറിയിപ്പ് പ്രകാരമാണ് നടപടിയെന്ന് സൈബർ സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി. ആൻഡ്രോയിഡ് 13, 14, 15, 16 പതിപ്പുകളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾ ഏറ്റവും പുതിയ സുരക്ഷാ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും സൈബർ സുരക്ഷാ വിഭാഗം അറിയിച്ചു. 21ാമത് സിഫ് ചാമ്പ്യൻസ് ലീഗിന് ജിദ്ദയിൽ വർണ്ണാഭമായ തുടക്കം. ആദ്യ ദിവസം നടന്ന മത്സരങ്ങളിൽ A ഡിവിഷനിൽ യാംബു FC-ക്ക് ജയം. B ഡിവിഷനിൽ ഫ്രണ്ട്സ് ജൂനിയർ, ന്യൂകാസിൽ FC എന്നിവരാണ് വിജയിച്ചത്. മത്സരങ്ങൾ 10 ആഴ്ച നീണ്ടുനിൽക്കും. വർണ്ണാഭമായ മാർച്ച് പാസ്റ്റോടെയും കലാപരിപാടികളോടെയുമാണ് സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിന്റെ 21ാമത് ചാമ്പ്യൻസ് ലീഗ് ജിദ്ദയിൽ ആരംഭിച്ചത്. ജിദ്ദയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും കലാകാരന്മാരും ചടങ്ങിന്റെ ഭാഗമായി. കിങ് അബ്ദുൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വ്യവസായി VP മുഹമ്മദ് അലി ടൂർണമെന്റിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ, അബ്ദുൽ നാഫി കുപ്പനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ദിവസം നടന്ന A ഡിവിഷൻ മത്സരത്തിൽ സബീൻ FC-യെ പരാജയപ്പെടുത്തി യാംബു FC വിജയിച്ചു. വാശിയേറിയ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് യാംബു FC-യുടെ വിജയം. ദിൽഷാദ് അഹമ്മദിനെ കളിയിലെ താരമായി തെരഞ്ഞെടുത്തു. B ഡിവിഷനിൽ നടന്ന ആദ്യ മത്സരത്തിൽ സോക്കർ ഫ്രീക്സ് സീനിയേഴ്സിനെ മറുപടിയില്ലാത്ത 7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഫ്രണ്ട്സ് ജൂനിയർ വിജയിച്ചു. അജ്മൽ ജസീമാണ് മികച്ച താരം. രണ്ടാമത്തെ മത്സരത്തിൽ ന്യൂകാസിൽ FC ACC B ടീമിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മുഹമ്മദ് നിബ്രാസാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. 3 ഡിവിഷനുകളിലായി 27 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് സിഫ് പ്രസിഡന്റ് ബേബി നീലാംബ്ര പറഞ്ഞു. 27 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. B ഡിവിഷനും A ഡിവിഷനും D ഡിവിഷനും ആയി 3 തരംതിരിച്ചിട്ടുള്ള ടൂർണമെന്റുകളാണ് ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇന്നത്തെ ഈ ടൂർണമെന്റ് ഇവിടെ കഴിഞ്ഞാൽ 14-ാം തീയതി പുറത്തും ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ സ്റ്റേഡിയത്തിൽ തന്നെയാണ് കളി നടക്കുന്നത്. 9 ആഴ്ചകളിൽ ഈ സ്റ്റേഡിയത്തിലും ഒരാഴ്ച പുറത്തുമായി 10 ആഴ്ച സിഫിന്റെ ടൂർണമെന്റ് ഈ കൊല്ലം നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും പ്രമുഖ ദേശീയ താരങ്ങൾ വിവിധ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിയുന്നുണ്ട്. 10 ആഴ്ചകളിലായാണ് ടൂർണമെന്റ് നടക്കുന്നത്. അടുത്തയാഴ്ച ഖാലിദ് ബിൻ വലീദ് സ്റ്റേഡിയത്തിലും ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായിരിക്കും നടക്കുക. ജിദ്ദയിലെ ഇന്ത്യൻ പ്രവാസികളുടെ ഫുട്ബോൾ ആവേശമാണ് നാം കണ്ടത്. 30 വർഷത്തോളം പാരമ്പര്യമുള്ള സിഫ് ടൂർണമെന്റ് കേവലം ഫുട്ബോൾ മത്സരം മാത്രമല്ല, പ്രവാസ ലോകത്തെ ഫുട്ബോൾ ആരാധകരുടെ
ഒരു ഒത്തുചേരൽ കൂടിയാണ്. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. ഖത്തർ KMCC മുൻ വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന കൌൺസിലറുമായ മത്തത്ത് അബ്ബാസ് ഹാജി ദോഹയിൽ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പ് പൊയിലൂർ സ്വദേശിയാണ്. മാഥർ പ്ലസ് ഹൈപ്പർ മാർക്കറ്റ്, ഹൈലാൻഡ് ഹൈപ്പർ മാർക്കറ്റ് എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഖബറടക്കം നാളെ പൊയിലൂർ ജുമാ മസ്ജിദിൽ നടക്കും. ഇനി മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. അവധിയെടുത്ത് വിദേശത്ത് ജോലിക്ക് പോകുന്ന സർക്കാർ ജീവനക്കാർ കരുതിയിരിക്കണം. അവധി കഴിഞ്ഞ് കൃത്യമായി തിരികെ കയറിയില്ലെങ്കിൽ കടുത്ത നടപടിക്ക് നിർദ്ദേശം. തിരികെ കയറാത്തവരെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വേഗത്തിൽ പിരിച്ചുവിടാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. വിദേശത്തും മറ്റും ജോലിക്കായും പഠനാവധിക്കായും ശൂന്യവേതനാവധിയെടുക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായ തീയതിയിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കണം. ശൂന്യവേതനാവധി കഴിഞ്ഞ് തിരികെ ജോലിക്കെത്തിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കും. ഇപ്പോഴും അവധിയിൽ തുടരുന്നവരെ കണ്ടെത്തി പിരിച്ചുവിടാനാണ് നിർദ്ദേശം. അവധി അനുവദിച്ച തീയതി കഴിഞ്ഞിട്ടും വർഷങ്ങളോളം സർവീസിൽ തിരികെ കയറാത്തവരുണ്ട്. ഇവരെ കൃത്യമായി നടപടിയെടുത്ത് പുറത്താക്കണം. നടപടിയെടുക്കാത്തതിനാൽ പലർക്കും പെൻഷൻ ആനുകൂല്യമടക്കം നൽകേണ്ടി വരുന്നു. ഇത് സർക്കാരിന് ഗുരുതര സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കർശന നിർദ്ദേശം ധനവകുപ്പ് പുറത്തിറക്കിയത്. കൃത്യമായി നടപടിയെടുക്കാത്ത മേലുദ്യോഗസ്ഥർക്കെതിരെയും അച്ചടക്ക നടപടി വരുമെന്നും ധനവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 24 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരായ നിലപാട് ആവർത്തിച്ച് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ISRനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് CPIM പ്രതിനിധി M. വിജയകുമാർ പറഞ്ഞു. പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ അടിയന്തരമായി യോഗം വിളിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. പ്രവാസികൾക്കായി പ്രത്യേക കോൾ സെന്റർ ഒരുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മറുപടി നൽകി. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള നീക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 36 ലക്ഷത്തിലധികം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു. ഇതിൽ പകുതിയും ആളുകൾ പൂരിപ്പിച്ചു തന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പും വോട്ടർ പട്ടിക പരിഷ്കരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ലെന്ന് CPM പ്രതിനിധി M. വിജയകുമാർ പറഞ്ഞു. ആ ലോക്കൽ ബോഡി ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ അതിന് തടസ്സമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. ഇതിലൊരു കാര്യം തീരുമാനിക്കേണ്ടി വരും. ഒന്നുകിൽ ഇത് മാറ്റിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ മാറ്റിവെക്കേണ്ടി വരും. അന്ധൻ ആനയെ കണ്ടതുപോലെയാണ് BLOമാരുടെ പ്രവൃത്തിയെന്ന് കോൺഗ്രസ് പ്രതിനിധി MK റഹ്മാൻ. നമ്മുടെ BLOമാര് ഈ അന്ധൻ ആനയെ കണ്ടതുപോലെയാണ്. ഒരു വിവരവും BLOമാർക്ക് കൃത്യമായി വോട്ടർമാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. അവർക്ക് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ക്ലാസ്, ഫലപ്രദമായ ഒരു ട്രെയിനിങ് ക്ലാസ് അവർക്ക് ലഭിച്ചില്ല എന്നാണ് പലരും പറയുന്നത്. പ്രവാസികൾ വലിയ ആശങ്കയിലാണെന്ന് മുസ്ലിം ലീഗ്. അവര് ഒരു 40-45 ലക്ഷം ജനങ്ങളോടുണ്ട്. അവർക്കൊരു സംശയം വന്നാൽ തീർക്കാനുള്ള സംവിധാനം നമുക്ക് എല്ലായിടത്തും പ്രവാസി സംഘടനകളുണ്ട്. ആ പ്രവാസി സംഘടനകൾക്ക് വേണമെങ്കിൽ അവിടെ അവർക്ക് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാം. ഗവൺമെന്റിന് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പെടുത്തി കൊടുക്കാം. അവർക്കൊരു അവയർനെസ് കൊടുക്കാം. അവരെങ്ങനെ ഇതിനെ താടിയപ്പെട്ടെന്ന് നോക്കാം. അതൊക്കെ ഇമ്മീഡിയറ്റ്ലി ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം സിറ്റുവേഷൻ ഗെറ്റിംഗ് ബാഡ്. അവരവിടെ സിറ്റിസൺസ് അല്ല, അവരിവിടുത്തെ സിറ്റിസൺസ് ആണ്. പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ ഇടപെടുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മറുപടി നൽകി. ആഴ്ചയിൽ ഒരിക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് 3 ദിവസം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ബീഹാർ ഫലം വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കട പൂട്ടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മഹാത്മാഗാന്ധി നടത്തിയ പോരാട്ടത്തിന് സമാനമാണ് കോൺഗ്രസ് ബീഹാറിൽ നടത്തുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി തിരിച്ചടിച്ചു. नहीं चाहिए कट्टा सरकार, फिर एक बार नहीं चाहिए कट्टा सरकार. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും അടക്കം പ്രമുഖരെല്ലാം BJPക്ക് ഇന്നും പ്രചാരണ രംഗത്തുണ്ടായി. RJDയുടെ ജംഗിൾ രാജിലേക്ക് മടങ്ങാൻ വോട്ടർമാർ അനുവദിക്കരുതെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ടെലസ്കോപ്പ് വെച്ചാൽ പോലും കാണാത്ത വിധം മഹാസഖ്യം അപ്രത്യക്ഷമാകുമെന്ന് അമിത്ഷാ പറഞ്ഞു. അതേസമയം പട്നയിൽ അമിത്ഷാ ദുരൂഹമായി ചിലരുമായി കൂടിക്കാഴ്ച നടത്തുന്നതായി കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആരോപിച്ചു. किससे डर डर के छिप छिप कर मिलना पड़ रहा है? क्या वो अधिकारी हैं? സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 65% മുകളിൽ വോട്ടിംഗ് നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഉയർന്ന വോട്ടിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ. 24 പട്ന.
യാത്രക്കാർ കാത്തിരുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിൽ നടന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് 4 വന്ദേ ഭാരത് ട്രെയിനുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ചൊവ്വാഴ്ചയാണ് വന്ദേ ഭാരതിന്റെ സാധാരണ സർവീസ് ആരംഭിക്കുക. കേരളത്തിന് ലഭിച്ച 3ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് മലയാളികൾ ഏറെക്കാലമായി കാത്തിരിക്കുന്നതാണ്. വാണിജ്യ നഗരമായ എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ഇനി ശുഭയാത്ര. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർക്കു പുറമെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ആദ്യ യാത്ര. തൃശൂർ വരെ യാത്ര ചെയ്തും യാത്രക്കാരുമായി സന്തോഷം പങ്കുവച്ചും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നമുക്ക് വന്ദേ ഭാരത് പോലെയും അതുപോലെ എക്സ്പ്രസ് ട്രെയിൻസിൻ്റെയും സ്പീഡ് ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വളവുകൾ മുഴുവൻ നിവർത്തിക്കൊണ്ട് ഒരു സീറോ കർവ് വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു നോ കർവ് അല്ലെങ്കിൽ നോ ഡീപ്പ് കർവ് റെയിൽ ലൈൻസ് വരുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി തരണം. 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ബംഗളൂരുവിൽ വന്ദേ ഭാരതിൽ എത്തിച്ചേരാം. 600 സീറ്റുകളുണ്ട്. ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ 5:10 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 കൊച്ചിയിലെത്തും. തിരിച്ച് എറണാകുളം സൗത്തിൽ നിന്ന് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിക്ക് ബംഗളൂരുവിലും. ചെയർകാറിന് 1400 രൂപയ്ക്കുള്ളിലും എക്സിക്യൂട്ടീവിന് 2400 വരെയും ടിക്കറ്റ് നിരക്ക് വരാം. ചൊവ്വാഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്തു തുടങ്ങാം. റിസർവേഷൻ ഉടൻ ആരംഭിക്കും. എറണാകുളത്തിനും ബാംഗ്ലൂരിനും ഇടയിൽ 9 സ്റ്റോപ്പുകൾ മാത്രം, 600ഓളം സീറ്റുകളുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന വന്ദേ ഭാരത് ഇതാ എത്തിപ്പോയി. ആദ്യ യാത്ര ആഘോഷമാക്കുകയാണ് യാത്രക്കാർ. ഷിജു ചവറയ്ക്കൊപ്പം വന്ദേ ഭാരതിൽ നിന്ന് വിപിൻ സി വിജയൻ, 24 കൊച്ചി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ച സംഭവത്തിൽ റെയിൽവേക്കെതിരെ പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ റെയിൽവേക്കെതിരെ രംഗത്തെത്തി. വിവാദങ്ങൾക്ക് പിന്നാലെ ദക്ഷിണ റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ നിന്ന് അപ്രത്യക്ഷമായ ഗണഗീതം വീഡിയോ BJP നേതാക്കൾ പിന്തുണയുമായി എത്തിയതോടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ RSS ഗണഗീതം ആലപിക്കുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോയാണ് ദക്ഷിണ റെയിൽവേ ദേശഭക്തി ഗാനം എന്ന നിലയിൽ എക്സിൽ പങ്കുവച്ചത്. എന്നാൽ റെയിൽവേയുടെ നടപടിക്കെതിരെ വ്യാപക വിമർശനമുയർന്നതോടെ വീഡിയോ എക്സിൽ നിന്നും പിൻവലിച്ചു. ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഇത്തരം സാഹചര്യം ഒഴിവാക്കാനാണ് കുട്ടികൾക്കായി പൊതുവായ ഗാനം വേണമെന്ന് പറഞ്ഞതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഒരു കോമൺ ഗാനം ആവശ്യമാണ്. ഏതെങ്കിലും ഒരു മതവും ജാതിയും നിർബന്ധപൂർവ്വം കുട്ടികളെ അവരുടെ സന്ദേശം പഠിപ്പിക്കുമ്പോഴും പാടിപ്പിക്കുന്ന അവസരത്തിലാണ് അതൊരു പെശകായിട്ടുള്ള സംഗതി വരുന്നത്. നടപടിക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തി. രാജ്യത്തെ പൊതുസംവിധാനത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ദേശീയ ഗാനം ആലപിച്ച് DYFIയുടെ പ്രതിഷേധം. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി കുട്ടികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അവഹേളിക്കുന്നെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സർക്കാർ പരിപാടിയിൽ ദേശഭക്തി ഗാനം പാടരുതെന്ന നിലപാട് ഭൂഷണമല്ലെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ പറഞ്ഞു. അതിനിടെ ദക്ഷിണ റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ ഗണഗീതം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഉദ്ഘാടന വേളയിൽ സരസ്വതി വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവരുടെ സ്കൂൾ ഗാനം പാടുന്നു എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം മെട്രോ റെയിൽ അലൈൻമെന്റിന് അംഗീകാരമായതോടെ DPR തയ്യാറാക്കാനുള്ള നടപടികളുമായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുന്നോട്ട്. DPRന് കേന്ദ്ര അംഗീകാരം കിട്ടിയാൽ 30 മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ 24 പറഞ്ഞു. പദ്ധതിക്ക് 6 മാസത്തിനകം കേന്ദ്രാനുമതി ലഭിക്കുമെന്നാണ് KMRLന്റെ പ്രതീക്ഷ. തിരുവനന്തപുരം നഗരത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യം. ചർച്ചകൾ മോണോ റെയിലിൽ തുടങ്ങി. ലൈറ്റ് മെട്രോയിൽ നിന്ന് പൂർണ്ണതോതിലുള്ള മെട്രോ എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അലൈൻമെന്റ് അംഗീകരിച്ചതോടെ DPR തയ്യാറാക്കുന്നതാണ് അടുത്ത ഘട്ടം. പൂർണ്ണമായും എലിവേറ്റഡ് പാതയുടെയും ഭൂഗർഭ പാതയുടെയും DPR തയ്യാറാക്കും. സർക്കാർ അംഗീകാരം ലഭിച്ചാൽ അടുത്ത നടപടി കേന്ദ്ര അനുമതി തേടുകയാണ്.
കേന്ദ്ര അംഗീകാരം നേടിയാൽ ആധുനിക നിർമ്മാണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് 30 മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. എല്ലാ സ്റ്റേഷനുകളിലും പാർക്കിംഗ് ഉൾപ്പെടെ ഒരുക്കിയാകും തിരുവനന്തപുരം മെട്രോ എന്ന് KMRL ലോക്നാഥ് ബെഹ്റ. ഇപ്പോഴത്തെ ടെക്നോളജി നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ ടെക്നോളജി, അപ്പോൾ നമുക്ക് ആക്ച്വലി 30 മന്തിലെ പൂർത്തിയാക്കാം. ട്രിവാൻഡ്രമിലെ നമ്മുടെ ആക്ച്വലി എല്ലാ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കണം. അതാണ് ഞങ്ങൾ ആക്ച്വലി പ്രതീക്ഷിക്കുന്നത്. കാരണം കൊച്ചിയിലെ അതല്ല ഇല്ല. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് തമ്പാനൂർ, പാളയം, ഉള്ളൂർ, ശ്രീകാര്യം, കഴക്കൂട്ടം വഴി എയർപോർട്ട് ഇഞ്ചക്കലിൽ അവസാനിക്കുന്ന രീതിയിലാണ് അലൈൻമെന്റ്. 31 കിലോമീറ്ററിൽ 27 സ്റ്റോപ്പുകൾ ഉണ്ടാകും. 3 ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ ഉണ്ടാകും. മുന്നൊരുക്കമെന്ന നിലയിൽ പട്ടം, ഉള്ളൂർ, ശ്രീകാര്യം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല നേരത്തെ തന്നെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് കൈമാറിയിരുന്നു. 24 തിരുവനന്തപുരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കൂടുതൽ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. മഞ്ചേരിയിലെ ഗ്രീൻ വാലി അക്കാദമി ഉൾപ്പെടെ 67 കോടിയുടെ സ്വത്തുക്കളാണ് ഇന്ന് കണ്ടുകെട്ടിയത്. 28 നേതാക്കളെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPയുടെയും വിവിധ ട്രസ്റ്റുകളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്ത സ്വത്തുവകകളും കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതുവരെ 129 കോടിയുടെ ആസ്തി കണ്ടുകെട്ടിയെന്ന് ED അറിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. ജയകുമാറിനെ നിയോഗിച്ചുള്ള ഉത്തരവ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. ബോർഡിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ നടപടികൾ ഉണ്ടാകുമെന്ന് K. ജയകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡിലെ പുതിയ പ്രതിനിധിയെ തീരുമാനിക്കാൻ CPIയിൽ ചർച്ച തുടരുകയാണ്. ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ TK ദേവകുമാർ, A. സമ്പത്ത് ഉൾപ്പെടെ പല പേരുകൾ ഉയർന്നെങ്കിലും അത് വേണ്ടെന്ന് CPIM തീരുമാനിച്ചു. നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി പ്രതിനിധി വരുന്നത് വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന് സർക്കാരും വിലയിരുത്തുന്നു. ഇതോടെയാണ് K. ജയകുമാറിൽ ഉറപ്പിച്ചത്. മുൻ ചീഫ് സെക്രട്ടറിയായിരുന്ന K. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ച് ഉടൻ ഉത്തരവിറങ്ങും. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായും ഹൈക്കോടതി നിയമിച്ച ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായും K. ജയകുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. അത് ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമുള്ളത്. പിന്നെ തിങ്കളാഴ്ച മറ്റേ ഓർഡർ ഇറങ്ങുമായിരിക്കും. ഇന്ന് അവധിയാണല്ലോ. അപ്പോൾ വല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ നിയോഗം വന്നിരിക്കുന്നത്. വല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ബോർഡിലെ സാമുദായിക സമവാക്യം പാലിക്കുന്നതിനു വേണ്ടിയാണ് വിളപ്പിൽ രാധാകൃഷ്ണന് പകരം പുതിയ പേര് CPI പരിഗണിക്കുന്നത്. ഒഴിവാക്കേണ്ടി വരുമെന്ന് വിളപ്പിൽ രാധാകൃഷ്ണനെ ഇന്നലെ CPI നേതൃത്വം അറിയിച്ചിരുന്നു. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള അംഗത്തെയാകും CPI തീരുമാനിക്കുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.